ഉപസമിതി ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രാഥമിക ഘട്ടത്തിലുണ്ടാകുന്ന തീരുമാനങ്ങളും അതിന്റെ വിശദാംശങ്ങളും ഇപ്പോൾ പറയാൻ കഴിയുന്നതാണോ? പലരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്, പലരുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലൊരുമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുമായിട്ട്, ഇപ്പോൾ മാധ്യമ സ്ഥാപനങ്ങളിലുള്ള നേതൃത്വത്തിലുള്ള നിങ്ങളുൾപ്പെടെ അതിൽ വലിയ താല്പര്യം എടുത്തു വരുന്ന സ്ഥാപനമാണ് മാതൃഭൂമി. അതുപോലെ പല സ്ഥാപനങ്ങളും ആ നിലയിൽ താല്പര്യം എടുക്കുന്നുണ്ട്. എല്ലാവരുമായി ചർച്ച ചെയ്യും. വ്യക്തികളും ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ട് യോജിച്ചൊരു നിലപാടെടുത്ത് നമുക്ക് മുന്നോട്ട് പോകണം. അത് തീർച്ചയായിട്ടും ആ ഘട്ടത്തിൽ അതിൻ്റെ നിലപാടുകൾ സ്വീകരിച്ച് സർക്കാർ മുന്നോട്ട് പോകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഉള്ള ഒരു സഹായ പ്രവാഹമുണ്ട്. ഇതും CMDRF-ൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന പണവും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള വിപുലമായ ഒരു പദ്ധതി സർക്കാരിന്റെ കൈവശമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലൊരു പദ്ധതിക്ക് രൂപം കൊടുക്കണം. അതെല്ലാവരുമായി കൂടി ചർച്ച ചെയ്ത് അവരുടെ കൂടി അഭിപ്രായം എടുത്തിട്ടേ ചെയ്യൂ. സർക്കാരിന് ഒരു തീരുമാനമല്ല, സർക്കാരിന് ഒരു നിർദ്ദേശമായിരിക്കും. ആ നിർദ്ദേശങ്ങളിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും അതൊരു തീരുമാനമായി വരിക. സർക്കാർ ഒരിക്കലും ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കില്ല. സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കും. ആ കാഴ്ചപ്പാടിനോട് പലരുടെയും, സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പലരുടെയും അഭിപ്രായങ്ങളുണ്ടാവും. അഭിപ്രായങ്ങളിൽ സ്വീകരിക്കേണ്ട ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കും അതൊരു തീരുമാനമായി മാറുക. ആ തീരുമാനം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നടപ്പിലാക്കും, സമയബന്ധിതമായി നടപ്പിലാക്കും. സമയബന്ധിതമായി ആ കാര്യങ്ങൾ നടപ്പിലാക്കണം. അതിന് യോജിപ്പിക്കാവുന്ന എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോകും. ഓക്കെ, മിനിസ്റ്റർ, ഒരൊറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ അങ്ങേ ഈ ചർച്ചയിൽ നിന്ന് പോകാൻ ഉള്ള ഒരു സമയം അനുവദിക്കാം. മിനിസ്റ്റർ, ഒറ്റ കാര്യം, അതായത് നമ്മൾ ഈ പ്രശ്നമുണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ ജാഗരൂകരായി നിന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യരും സമാന മനസ്സോടുകൂടി അത്തരം നിർബന്ധ ബുദ്ധി കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്നൊരു വിമർശനമുണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം ഇതാരുടെയും തലയ്ക്ക് വെക്കാനുള്ളതല്ല എന്ന ഒരു മറുപടി പറഞ്ഞു പോയി. ഇന്നിപ്പോൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയുടെ വിമർശനം വരുമ്പോൾ മന്ത്രി കെ രാജനും പറയുന്നത് തന്നെയാണ്, മറുപടി പറയാനില്ലാഞ്ഞിട്ടല്ല, അതിന്റെ സമയം ഇതല്ല, മറുപടി പറയാതെ പോകില്ല എന്നുള്ളത് സർക്കാർ കൂടി കാരണമാകുന്നു എന്ന ഒരു രാഷ്ട്രീയമായ ഒരു വിശദീകരണം കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം കൂടി ഉണ്ടാകുന്നുണ്ട്. അല്ല, ഇത് ആളുകളൊക്കെ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ നടത്തുന്നതിനെതിരെ മറുപടി പറയാൻ പോകേണ്ട ഒരു സമയമല്ല. അങ്ങനെ മറുപടി പറഞ്ഞു പോകേണ്ടതല്ല. അങ്ങനെ മറുപടി പറയുമ്പോൾ ആ മറുപടിയുടെ ഭാഗമായി പിന്നെ ഇപ്പോൾ ഒരു യോജിപ്പിൽ എല്ലാവരും നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഘട്ടമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ, അതിൽ വളരെ ചെറു ന്യൂനപക്ഷം വരുന്നവരാണ് ഇത്തരത്തിൽ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത്, ചെറു ന്യൂനപക്ഷം. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളിൽ മഹാഭൂരിപക്ഷവും എല്ലാവരും യോജിച്ച് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആക്ഷേപങ്ങൾ ചിലപ്പോൾ അത് വ്യക്തിപരമായിട്ടായിരിക്കാം, ചിലപ്പോൾ അത് സർക്കാരിനെ ആകെ മോശമാക്കുന്ന നിലയിലേക്കായിരിക്കാം. അതിന് മറുപടി പറയേണ്ട സമയമല്ല. മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല എന്നുള്ളത് തന്നെയാണ് അതിൽ ശരിയായ നിലപാട്. പക്ഷേ മറുപടി പറയേണ്ട സമയമല്ല. തൽക്കാലം എല്ലാം കേൾക്കുക, സഹിക്കുക. അത്തരത്തിലുള്ള ഏത് ആക്ഷേപങ്ങൾ വന്നാലും അത് ഒരു തരത്തിലും നിലവിലുള്ള യോജിപ്പിന് കോട്ടം തട്ടാത്ത നിലയിൽ മുന്നോട്ട് പോകാനുള്ള പ്രധാന ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എന്ന നല്ല ധാരണ ഞങ്ങൾക്കുണ്ട്. ആ നിലയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ജനങ്ങൾക്കും അറിയാം. എല്ലാവരും യോജിപ്പോടുകൂടി മുന്നോട്ട് പോകേണ്ട ഘട്ടമാണ്. ഇവിടെ വിവാദങ്ങൾക്ക് സ്ഥാനമില്ല. അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മളൊക്കെ ഇത് കാണുകയാണ്, നേരിട്ട് കാണുകയാണ്. അവരുടെ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടും. അവർക്കത് വല്ലാത്ത മാനസിക പ്രയാസങ്ങൾ സൃഷ്ടിക്കും. പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയുടെ ലോകത്ത് ആ നിലയിലുള്ള പ്രചരണങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് ജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും. ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ പൊതുവെ സ്വീകരിച്ചു വരുന്നത്. അനാവശ്യ അസംബന്ധ പ്രചരണങ്ങൾ നടത്തുന്നവരുടെ മനസ്സ് കൂടുതൽ വലുതാകട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. മറ്റ് ഒരു തരത്തിലുമുള്ള മറുപടിയും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെയധികം നന്ദി മിനിസ്റ്റർ. അത് വളരെ ഉത്തരവാദിത്വപൂർവമായ ഒരു നിലപാടാണ്, കാഴ്ചപ്പാടാണ്.